ഫാമിലി വീക്ക് കഴിഞ്ഞ ശേഷമാണ് എന്നോട് നിങ്ങൾ മോശമായി പെരുമാറുന്നത്. എന്നെ സ്റ്റോർ റൂമിലേക്ക് അയക്കത്തില്ല. അതെ, എന്നെ എപ്പോഴും അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇത്രയും നാൾ ഞാനല്ലേ നിങ്ങൾക്ക് ബാറ്ററി എടുത്തു തന്നോണ്ടിരുന്നത്, മരുന്ന് എടുത്തോണ്ട് തന്നിരുന്നത്. ഇപ്പൊ എന്താണ് ഒരു മാറ്റം? ഇത് ആരുടെ ചോദ്യം എന്നറിയാമോ? അനീഷിന്റെ ചോദ്യമാണ്. എന്നെ നിങ്ങൾ വൈൽഡ് കാർഡ് വന്നപ്പോൾ ആതിരെ നൂറെ എന്നെ ടാർഗറ്റ് ചെയ്തു, ഇപ്പം ഫാമിലി റൗണ്ട് കഴിഞ്ഞപ്പോൾ പിന്നെയും ടാർഗറ്റ് ചെയ്യുന്നു. അനീഷിന്റെ പുതിയ കളികളാണോ ഇത്? അതോ വീട്ടുകാർ ശരിക്കും ഫാമിലി റൗണ്ട് കഴിഞ്ഞപ്പോൾ അനീഷിനെതിരെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ പറ. നിങ്ങൾ പറ. പിന്നെ ഷാനവാസ് രാവിലെ തന്നെ അനീഷിന്റെ അടുത്ത് വന്നിട്ട് മോഷണത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. മിക്കവാറും ഇപ്പം ഈ പോക്ക് പോവുകയാണെങ്കിൽ അനീഷ് ആയിരിക്കും ജയിലിൽ കേട്ടോ ഇപ്രാവശ്യവും. കാരണം അനീഷ് ഇപ്പം എല്ലാവർക്കും എഗൻസ്റ്റ് ആയിട്ട് നിന്ന് കളിക്കാൻ നോക്കുന്നുണ്ട്. അത് പാളുമോ അതോ ജയിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വേറൊരു കംപ്ലൈൻറ്റും കൂടെ ബിഗ് ബോസിന് എഗൻസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ലക്ഷ്മി പറഞ്ഞായിരുന്നു, ബിഗ് ബോസേ നിങ്ങൾക്കൊരിക്കലും മാപ്പില്ല, അതെ എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ കാണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, നമുക്ക് സംസാരിക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഇന്നെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്ന ഒരു ദിവസമാണ്. ഈ ദിവസം മാത്രമല്ല, പ്രത്യേകിച്ച് ജയിൽ നോമിനേഷനുള്ള ദിവസം എല്ലാ കുറ്റങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കണ്ടുപിടിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. നമ്മുടെ മുന്നിലേക്ക് ഓരോരുത്തരുടെ കുറ്റങ്ങൾ എടുത്തിങ്ങനെ ഇട്ട് തരും. അപ്പോൾ ഇവിടെ നടക്കുന്നത് ഈ സീസണിലെ പ്രത്യേകത അത് തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിമിംഗ് ആണ് ഏറ്റവും കൂടുതൽ. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഫീൽ ചെയ്യുന്നത്. ആരാണ് ഏറ്റവും നന്നായിട്ട് ബ്ലെയിം ചെയ്യുന്നത്? അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണ് കുറ്റങ്ങൾ ആരുടെ തലയിൽ ഇടുന്നത്, ആരോപണങ്ങൾ ഇടുന്നത്? ആരോപണങ്ങളുടെ ഒരു സീസണാണിത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാലേ. അതുകൊണ്ടാണ് നെഗറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ നെഗറ്റീവ് ഫീൽ ചെയ്യും. ബിക്കോസ് ആരോപണങ്ങൾ അങ്ങോട്ട് ഗെയിമല്ല. ഇവരുടെ ഗെയിം എന്ന് പറഞ്ഞാൽ ആരോപണമാണ്. അല്ലാതെ ഒരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നീ നന്നായിട്ട് ചെയ്തു, അല്ലെങ്കിൽ നീ നല്ലതായി, നന്നായിട്ടുണ്ട് ഇങ്ങനെ പറയൂല ആരും. അങ്ങോട്ടും ഇങ്ങോട്ടും പറയൂല. പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എങ്ങാനും പോസിറ്റീവ് ആയാലോ പുറത്ത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന കണ്ടസ്റ്റൻസ് ആണ് അവർ. അപ്പോൾ ഇന്നും ആരോപണങ്ങളുടെ ദിവസമാണ് ഇന്ന് പ്രത്യേകിച്ച്. കാര്യം ജയിൽ നോമിനേഷൻ വരെയാണ്. ഇവിടെ ഷാനവാസ് രാവിലെ തന്നെ അനീഷിൻ്റെ അടുത്ത് ഇങ്ങനെ ഒട്ടിച്ചേർന്ന് ഇങ്ങനെ നിപ്പുണ്ട് പോയിട്ട്, ഹലോ ചെവി പോയിട്ട്. എനിക്കറിയത്തില്ല, അത് നിൽക്കണ നിപ്പ് കാണുമ്പോഴേ നമുക്ക് സംതിങ് ഫിഷി ആയിട്ട് ഫീൽ ചെയ്യും. സത്യം. അനീഷ് എന്താ ചെയ്യുന്നത്? മറ്റേ കട്ടൻ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ബബിൾസ് വരുന്നുണ്ട് അതിൽ നിന്ന്. ബബിൾസ് കണ്ടു പഠിക്കുകയാണോ? ചായ ഇടുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുകയായിരിക്കും. ഇനി ലാലേട്ടൻ വന്നിട്ട് PSC ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും ഇതിനകത്ത് സ്റ്റാറായി ഇമ്മ്യൂണിറ്റി കിട്ടിയാലോ? അയ്യേ, ആ പഴയ കാര്യങ്ങളൊക്കെ കേട്ടാ. പിന്നെ മോഷണത്തിൻ്റെ കാര്യം ഷാനവാസ് ഇട്ട് കൊടുക്കുകയാണ് അനീഷിൻ്റെ ചെവിയിലേക്ക്. മോഷ്ടിക്കുന്നതൊക്കെ ഇവിടെ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ആരാ മോഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ അനീഷ് സ്റ്റാർട്ട് ചെയ്തു അവിടെ നിന്നുകൊണ്ട്. അപ്പം അവിടെ നിന്ന് തുടങ്ങി ജയിൽ നോമിനേഷനിൽ എത്തുകയാണത്. ജയിൽ നോമിനേഷൻ ചെയ്യാൻ വേണ്ടി നിന്നെ കാത്തിരിക്കുകയായിരുന്നു. നീയാണ് മോഷ്ടിച്ചത്, ഞാൻ മോഷ്ടിച്ചത് നീ തിന്നും. അപ്പം അനീഷ് നീ മോഷ്ടിച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ എന്നെ ക്യാപ്റ്റൻ ആക്കണം എന്ന് അനീഷ് പറയാണ്. അപ്പം അവിടെ അക്ബർ, ആര്യൻ, ഒനീൽ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ കിച്ചൺ ടീമിനകത്ത് ഷാനവാസ് എന്നാ കയറി നിൽക്കുന്നത് ഒരു തവണ അനീഷ് അത് ചോദിച്ചുള്ളൂ. പക്ഷെ ബാക്കി ആരും മിണ്ടുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞൂടാ. ഈ ഷാനവാസ് അനീഷിൻ്റെ പുറകെ ഇങ്ങനെ നടന്ന് TCEO അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴും മറ്റാരും എതിർക്കാൻ നിൽക്കാറില്ല. പക്ഷെ അത് സത്യം പറഞ്ഞാൽ അത് എതിർക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാര്യം എതിർത്ത് കഴിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് അവിടെ ഒരു പോയിന്റ് കിട്ടിയേനെ മറ്റു വീട്ടുകാർക്ക്. ഇവർ എതിർക്കാതിരിക്കണം എന്നറിയാമോ? അങ്ങനെയെങ്കിലും അനീഷ് ഒരു പാഠം പഠിക്കട്ടെ, അങ്ങനെയെങ്കിലും അവന് കിട്ടട്ട് രണ്ട് എന്നുള്ള രീതിയാണ്. മനസ്സിലായില്ലേ? പക്ഷെ ബാക്കി ഏതെങ്കിലും പഴയ സീസണിലെ ഗെയിമേഴ്സ് ആയിരുന്നെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് പറയും, നിങ്ങൾ എന്തിനാണ് ഈ അനീഷിൻ്റെ പുറകെ നടക്കുന്നത്, വേറെ പണിയൊന്നുമില്ലേ? അങ്ങനെ പറഞ്ഞാൽ അവിടെ സ്കോർ ചെയ്യാം. പ്രേക്ഷകരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ സ്കോർ ചെയ്യാം. അത് ചെയ്യുന്നില്ല. അക്ബർ ആണെങ്കിലും മുന്നിലാണെങ്കിലും ചെയ്യുന്നേ ഇല്ല. അക്ബറിന് സുഖമായിട്ട് ചെയ്യായിരുന്നു. അത് കുറച്ച് പോയിന്റ്സ് കിട്ടിയേനെ അത്. അങ്ങനെ അനീഷ് പറയുന്നുണ്ട് എന്നെ ക്യാപ്റ്റൻ ആക്കണം, എനിക്ക് കുറച്ച് ഭരണ പരിഷ്കാരങ്ങൾ നടത്താനുണ്ട്. പിന്നെ നീ ക്യാപ്റ്റൻ ഒരിക്കലും ആക്കൂല. ഈ ഷാനവാസ് ചിരിക്കണമെന്ന് നമുക്ക് ഈ സിനിമകളിലെ വില്ലന്മാർ ചിരിക്കില്ല, അതുപോലെ ഫീൽ ഇല്ലേ? എന്തിനാണ് ഇങ്ങനെ ചിരിക്കണം? മര്യാദയ്ക്ക് ചിരിച്ചാൽ പോരെ. നിന്നെ ഞാൻ ക്യാപ്റ്റൻ ഒരിക്കലും ആക്കൂല. കാര്യം നീ ക്യാപ്റ്റനാക്കിയാൽ തീർന്നു. പിന്നെ അപ്പോൾ ഇവിടെ ഇല്ല, ഞാനിവിടെ അപ്പം അനീഷാണെങ്കിലാണെങ്കിൽ എഴുതാപ്പുറങ്ങളാണ് വായിക്കണത്. ഞാൻ ഇവിടുത്തെ റൂളുകളൊക്കെ ഭരണ പരിഷ്കാരം നടത്തി കംപ്ലീറ്റ് മാറ്റിക്കളയും. 4 ടീമാണല്ലോ ഇതുവരെ ഉള്ളത്, ഞാനത് മാറ്റി എത്ര ടീമുകളാക്കുമെന്ന് കണ്ടറിയാം. പിന്നെ ഇവിടെ ആദ്യം ക്യാപ്റ്റനായ ഞാനാണ് 4 ടീം കൊണ്ടുവന്നത്. എടാ മണ്ട, ബിഗ് ബോസ് ആണ് 4 ടീം കൊണ്ടുവന്നത്. ഇല്ല, ഞാനാണ് 4 ടീം കൊണ്ടുവന്നത്. അത് അസന്ദിഗ്ധമായി ഞാൻ പറയുന്നു. അസന്ദിഗ്ധമല്ല, അസന്ദിഗ്ധമാണെന്നാണ് തോന്നുന്നത്. ഞാനിങ്ങനെ എടുത്തു നോക്കിയപ്പോൾ എന്തായിരുന്നാലും അതിനെ ചൊല്ലി വഴക്കാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ അനീഷ് ഇവിടെ
അനീഷിൻ്റെ വഴക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യണം, അനീഷും ഷാനവാസും. ജിസയിലും നിവിനും ഇവിടെ ബാത്റൂം ഓപ്പറയൊക്കെ, എനിക്ക് ഓപ്പറയൊന്നും പാടാൻ വയ്യ, ഓപ്പറയൊക്കെ പാടിക്കൊണ്ട് തൂത്ത് വൃത്തിയാക്കുകയാണ്. ഭയങ്കര രസത്തിൽ തൂത്തൊക്കെ വൃത്തിയാക്കുന്നുണ്ട്, പാട്ടൊക്കെ പാടുന്നത് ഭയങ്കര രസത്തിലൊക്കെയാണ്. ബാത്റൂം വൃത്തിയാകുന്നുള്ളത് കണ്ടറിയാം. കാര്യം കക്കൂസിൽ കിടക്കാം എന്നൊക്കെ ജിസയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആര്യൻ വന്നിട്ടൊന്ന് കിടന്ന് കാണിക്കാന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ആര്യൻ ആര്യനാണ് ഫ്ലോർ ക്ലീനിങ്, ആര്യൻ്റെ ഫ്ലോറിൽ ടിഷ്യൂ കിടക്കുന്നത്, അത് എടുത്ത് മാറ്റാൻ വേണ്ടി പറയുന്നു. പിന്നെ അത് കഴിഞ്ഞ് ബാത്റൂമിൽ കൊള്ളൂല എന്ന് ജിസയിൽ അനുവൊക്കെ വന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഷാനവാസ് വന്നതുകൊണ്ട് കിടന്ന് കാണിക്കുമെന്ന് പറയുന്നു. കാരണം ഞാൻ പറയും അപ്രീസിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൂല, ഒന്നിനും കൊടുക്കൂല. അതിൻ്റെ ഇടയിൽ കൂടെയാണ് സ്റ്റോർ റൂം ബെല്ലടിക്കുന്നത്. അനീഷും പിന്നെ ആരാണത്, അനീഷും ഒനിലും ബിന്നിയും ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റോർ റൂം ബെല്ല് അടിച്ച പാട് അനീഷിൻ്റെ ഓട്ടം. ഇത് ഡേ 1 തൊട്ട് തുടങ്ങിയതാണ്. ഞാൻ ആലോചിച്ചൊരു കാര്യം പറഞ്ഞാൽ അന്ന് ഒന്നും ആരും ഇവരെ അനീഷിനെ ഒന്നും പറഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ മടിച്ചുകളും മടിയന്മാരും ആയിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അനീഷ് തന്നെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഞാനിങ്ങനെ ആലോചിക്കും, ഇയാളെ എന്തേ ആരും തടയാത്തത്? ഈ അനീഷ് ക്യാപ്റ്റൻ അല്ലല്ലോ, പിന്നെ ക്യാപ്റ്റനാണ് ഇത് എടുക്കേണ്ടത്. എല്ലാ സീസണുകളിലും സ്റ്റോർ റൂമിൽ ബെല്ലടിക്കുമ്പോൾ ക്യാപ്റ്റനാണ് പോണത്. അത് ഫ്രം മോർണിംഗ്, അതായത് മോർണിംഗ് സോങ് കേട്ട ആ നിമിഷം തൊട്ട് ക്യാപ്റ്റനാണ് സ്റ്റോർ റൂമിൽ പോവേണ്ടത്. പക്ഷേ ഈ ആഴ്ച വരെ അത് അനീഷാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ വല്ല കേക്കോ മുട്ടായിയോ വല്ല വരെയാണെങ്കിൽ നിവിനോടും, അത്രേ ഉള്ളൂ. പിന്നെ ഷാനവാസ് അനീഷിനെ ടീസ് ചെയ്യാൻ വേണ്ടി ഓടും. ഇതല്ലാണ്ട് അനീഷ് മാത്രമാണ് ഓടിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ ആലോചിച്ച് അത് ഇവരുടെ മടി കാരണമാണ് അവർ പോകാത്തത്. മനസ്സിലായില്ലേ? അനീഷ് അവിടെ ഓടയോ ചാടയോ എന്താ ചെയ്തിട്ട് നമുക്കിപ്പോൾ എന്തെന്ന് അറിയില്ല, അനീഷാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആലോചിച്ച് ദൈവമേ, ഇയാൾ ഈ എല്ലാ പ്രാവശ്യവും സ്റ്റോർ റൂമിൽ പോകുന്നു, ഈ പുള്ളിക്കാരനെ നിർത്താൻ ആരുമില്ലേ? അതെങ്കിലും ഇവർക്ക് ഗെയിമായിട്ട് കണ്ടുകൂടെ? ക്യാപ്റ്റൻ ആണല്ലോ സ്റ്റോർ റൂമിൽ പോവേണ്ടത്. അങ്ങനെയാണ് പൊക്കോണ്ടിരുന്നത് കഴിഞ്ഞ സീസണിലൊക്കെ. പക്ഷേ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ സ്റ്റോർ റൂമിൽ പോയതും ഈ ലെറ്റർ വായിച്ചതും അനീഷാണ്. അനീഷിനെ ആരും തടയാനുണ്ടായിരുന്നില്ല. അത് അവരുടെ പിടിപ്പുകേടാണ്, ആരുടെ? വീട്ടുകാരുടെ. പിന്നല്ലാണ്ട് അനീഷിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് മൊത്തം ഈ വീട്ടുകാരാണ്. ഇത്രയും ഇത് ചെയ്യിപ്പിച്ചത് വീട്ടുകാരാണ്. സത്യമായിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, എന്തുകൊണ്ട് ഇവർ തടയുന്നില്ല? എന്തുകൊണ്ട് അനീഷ് തന്നെ ലെറ്റർ വായിക്കുന്നു? ആർക്കും ലെറ്റർ വായിക്കണമെന്നില്ല, സ്റ്റോർ റൂമിൽ പോകണമെന്നില്ല, ഒന്നുമില്ല. ഭക്ഷണം ഫുഡ് മാത്രം കിട്ടിയാൽ മതി. ഇപ്പോൾ ഇവരുടെ ആവശ്യം എന്തെന്നറിയാമോ? ഈ ഫാമിലി വീക്കിൽ ഇത്രയും ഫുഡ് വന്നേ, അതായത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം കിട്ടിയതാ, ലാലേട്ടൻ്റെ കേക്ക് നമുക്ക് ഇതുവരെ കിട്ടിയില്ല. ഓഫ്, ലാലേട്ടൻ കൊടുക്കുമായിരിക്കും, പാവം ലാലേട്ടൻ പറയും ഈ വീക്കെൻഡിൽ നിങ്ങൾക്ക് കേക്ക് തരാമെന്ന് പറയും. അല്ല, ഞാൻ പറഞ്ഞു ഇവർക്ക് അന്ന് ഓർമ്മയുണ്ടോ ലൈവിൽ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലാലേട്ടന് എന്ന് പറഞ്ഞ പാട് തന്നെ ഇവർ സംസാരിച്ചത് നിങ്ങൾ കേട്ടായിരുന്നു. ഇവരുടെ റെസ്പോൺസ് കേക്കുണ്ടോ, സദ്യയുണ്ടോ, ട്രീറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു കൺഗ്രാജുലേഷൻ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കൊരു സ്പെഷ്യൽ പ്രോഗ്രാം വെക്കാമോ, അതൊന്നുമില്ല. എന്നിട്ട് ഹോസ്റ്റ് പറയാണ്, അതെ ഈ പുരസ്കാരം കിട്ടിയത് നിങ്ങളുടെ ഹോസ്റ്റ് മോഹൻലാലിനാണ് എന്ന് ബിഗ് ബോസിന് പറയേണ്ട ഒരു ഗതികേട്. ഓക്കെ ലാലേട്ടനാണ്, അതിന് നമുക്ക് കേക്ക് തരുമോ, നമുക്ക് ഫുഡ്, ഇത് മാത്രമേ ഉള്ളൂ. ഈ ബിഗ് ബോസ് സീസൺ 7 ഏറ്റവും വലിയൊരു വിഷയം ഫുഡാണ്. ഫുഡിനാണ് ഏറ്റവും കൂടുതൽ അടി ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? അയ്യോ, ഫുഡും കുൽസിതവും സദാചാരവും, ഇതല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇപ്പോഴും ഇത് തന്നെയാണ്. അപ്പോൾ ഇത് ബെല്ലടിച്ചതും ഈ ചപ്പാത്തി പരത്തിക്കൊണ്ടിരുന്ന അനീഷ് ഓടി. അപ്പോൾ പുറകെ ബിന്നിയാണ് ക്യാപ്റ്റൻ. അപ്പോൾ ഓടിപ്പോയിട്ട് ആര്യൻ പോയി എടുത്ത് ബിന്നിക്ക് കൊടുത്തു. അനീഷ് വഴക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അനീഷ് ഇവിടെ പറയുന്നത്, അതെന്താണ്, ഞാനല്ലേ ഇത്രയും നാൾ എടുത്തോണ്ടിരുന്നത്, അതെന്താ എനിക്കുള്ളതാണ്. ബിന്നി പറഞ്ഞത് കറക്റ്റാണ്, ബിന്നിക്കുള്ളതാണ്, ക്യാപ്റ്റനാണ് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇത്രയും നാൾ നിങ്ങളൊക്കെ എവിടെ പോയിരുന്നു? ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാര്യം ഞാൻ ലൈവ് അപ്ഡേറ്റ് ഇടുന്നത് കൊണ്ട് എനിക്കറിയാം അനീഷ് അവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കണമെന്നൊക്കെ. അനീഷാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ സ്റ്റോർ റൂമിൽ പോയിട്ട് ആ ബിഗ് ബോസിൻ്റെ ലെറ്റർ വായിച്ചുകൊണ്ടിരുന്ന ആൾ, ഏറ്റവും കൂടുതൽ. അത് എന്തുകൊണ്ടാണ് നിങ്ങൾ തടുക്കാത്തത്? എനിക്കതാണ് അറിയേണ്ടത്. അപ്പം അനീഷിൻ്റെ ചോദ്യം അത് തന്നെയാണ്. ഇത്രയും നാളും ഡ്യൂട്ടിക്കിടയിൽ ഞാൻ പോയപ്പോൾ ഒരു കുഴപ്പവുമില്ല, ഇപ്പം മാത്രം എന്താണ്? അപ്പം ബിന്നി അത് ഞാനാണ് ക്യാപ്റ്റൻ, ഇത് മോർണിംഗ് ആക്ടിവിറ്റിക്കുള്ളതാണ്, ഞാൻ എടുക്കും. മോർണിംഗ് ആക്ടിവിറ്റിക്കുള്ളത് മാത്രമല്ല, അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ബാറ്ററി ഉൾപ്പെടെ ക്യാപ്റ്റനാണ് ചെയ്യേണ്ടത്. ഞാൻ കണ്ടിട്ടുള്ളത് ബിഗ് ബോസിൽ മെഡിസിൻ, ബാറ്ററി, ഇതെല്ലാം ക്യാപ്റ്റനാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? കഴിഞ്ഞ സീസണിലൊക്കെ എല്ലാവർക്കും ബാറ്ററി കൊടുത്തോണ്ടിരുന്നത് ക്യാപ്റ്റനാണ്. എന്തുകൊണ്ട് ഈ സീസണിൽ ആരും ചെയ്യുന്നില്ല? അതെല്ലാം അനീഷ ചെയ്തുകൊണ്ടിരുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ തടഞ്ഞില്ല? ഇപ്പം ഈ 60-50ാമത്തെ ദിവസമാണോ തടയുന്നത്? കാര്യം മനസ്സിലായോ? അപ്പോൾ അനീഷ് വീട്ടുകാർ വന്നു പോയപ്പോഴാണ് ഇതൊക്കെ. തീർച്ചയായിട്ടും വീട്ടുകാർ വന്നുപോയി ഒരുപാട് ഹിന്റ് കിട്ടി കേട്ടോ. നമ്മൾ കണ്ടതിൽ കാട്ടിയും കൂടുതൽ അവർക്ക് ഹിന്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ലൈവിൽ കണ്ടതും എപ്പിസോഡൊന്നും ഒന്നും കണ്ടിട്ടില്ല. നിങ്ങളൊന്നും കണ്ടിട്ടില്ല എപ്പിസോഡിൽ.
ലൈവിൽ ഹിന്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിനെക്കാട്ടിയും അൺകട്ടിലുണ്ടാവും. ലൈവ് നമ്മൾ കാണിക്കാത്തതിനെ ഇഷ്ടം പോലെ ഹിന്റുകൾ പോയിട്ടുണ്ടാവും. പിന്നല്ലാണ്ട് ഇവരറിയാതെ ഇവരുടെ ഒരുപാട് മാറ്റങ്ങളുണ്ട്, ഇവർ കാണാൻ മിണ്ടാ നിൽക്കുന്നതാണ്. അപ്പം ഇവിടെ അനീഷ് പറയുന്നത് നിങ്ങൾക്ക് ഫാമിലി റൗണ്ട് കഴിഞ്ഞിട്ടാണെന്നാണ് പറയുന്നത്. പക്ഷേ ഫാമിലി എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ. പക്ഷേ എന്നാലും ഇവരിപ്പോൾ അനീഷിനെ കുറിച്ച് പിടിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അനീഷിനെ ഇച്ചിരി വളഞ്ഞ് പിടിക്കുന്നുണ്ട്. അനീഷ് അതൊന്ന് കൊതറി മാറി ഓടാനും നോക്കുന്നുണ്ട്. അത് മാത്രമല്ല ഷാനവാസിൽ നിന്ന് അനീഷ് ഭയങ്കരമായി മാറിയിട്ടുണ്ട് ഇപ്പോഴും. നമ്മൾ ആകെ കൂടെ ഒരു ഹിൻ്റാണ് കണ്ടത് അനീഷിന് കിട്ടുന്നത്. എന്താണ്? അമ്മയും അനിയനും പറയുന്നത് പഴയതുപോലെ കളിക്കാൻ. അത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഷാനവാസിൻ്റെ ഗെയിം അനീഷ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഷാനവാസിൽ നിന്ന് ഉതറി മാറുക മാത്രമല്ല, ഇപ്പം ചിരിക്കുന്ന പോലും ഇല്ല. മനസ്സിലായില്ലേ? ഷാനവാസിനും നല്ല രീതിയിലുള്ള ഹിൻ്റ് കിട്ടിയിട്ടുണ്ട്, നല്ല രീതിയിലുള്ള. അതെ, കിട്ടിയിട്ടുണ്ട്, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. മനസ്സിലായി? നമ്മളെ കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഫാമിലി റൗണ്ട് ഇപ്പോൾ നടത്തിയത് നന്നായി. മനസ്സിലായില്ലേ? അല്ലാതെ അവസാനത്തെ ആഴ്ച കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഹിൻറ്റും കിട്ടും. പിന്നെ ചില ഫാമിലീസൊക്കെ കുറേ ഗെയിമൊക്കെ കളിക്കും. ഗെയിം കളിച്ച് ആൾക്കാരുടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് വോട്ടിങ്ങിൽ വേരിയേഷൻസ് ഉണ്ടാക്കും. അതുകൊണ്ട് ഇപ്പോൾ നടത്തിയത് തന്നെ വലിയ കാര്യം. ഇനി അവരൊന്ന് ഇനിയൊന്ന് കളിക്ക്, ഇനി ഒരു മാസം ഒന്ന് കളിച്ച് കാണിക്ക്, അത് കളിച്ച് കാണിക്കാം, നോക്കാം അല്ലേ? അപ്പം അനീഷ് 2 ദിവസമായി ഞാനാണ് എടുത്തത്. ഫാമിലി റൗണ്ട് സ്റ്റാർട്ട് ചെയ്തതും നിങ്ങൾ എന്നെ കൊണ്ട് എടുപ്പിക്കുന്നില്ല. എൻ്റെ ക്യാപ്റ്റൻസിയിൽ അതെടുക്കാൻ സമ്മതിക്കില്ല എന്ന് ബിന്നി പറയുന്നുണ്ട്. ഈ ആഴ്ചയിൽ ആദ്യത്തെ 2 ദിവസം ഞാൻ എടുത്തു. അപ്പം നൂറയും ബിന്നി അനു അതിലെല്ലാം കൂടെ അനീഷിൻ്റെ അടുത്തേക്ക് കേട്ടോ. അനീഷ് പഴയ ഫോം, ഏത് 1 നമ്മൾ ഫാമിലി എന്താണോ പറഞ്ഞത് ആ ഫോർമാറ്റ്, ഫസ്റ്റ് ഡേ അനീഷ്. അയ്യോ, അപ്പോൾ പറ്റത്തില്ല. അപ്പോൾ നിങ്ങളുടെ ജോലിയാണോ ആ ആദിലയും നൂറയൊക്കെ. അപ്പോൾ അനീഷ് വൈൽഡ് കാർഡ് വന്നപ്പോൾ ആദിലയും നൂറയും എൻ്റെ കസേരയിൽ കയറിയിരുന്നു, അത് ശരിയാണ്. അപ്പോൾ അനീഷ് ബാറ്ററി വരുമ്പോൾ ഞാൻ എടുത്തു കൊടുക്കും, പക്ഷെ ഇപ്പം അത് ഇഷ്ടമല്ല. മെഡിസിൻ വരുമ്പോൾ ഞാൻ എടുത്തു കൊടുക്കും, പക്ഷെ ഇപ്പം അത് ഇഷ്ടമല്ല. ബിന്നി എൻ്റെ ഡ്യൂട്ടി ഞാൻ വിലക്കും. അപ്പോൾ അനു ബിന്നിയാണ് അവിടെ എല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ അനു 13 പേരിൽ ഒരാൾ മാത്രമാണ് നിങ്ങൾ. ഈ ഡയലോഗ്സ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാ? 13 പേരിൽ ഒരാൾ മാത്രമാണ് നിങ്ങൾ, നമ്മളെല്ലാവരും ഒന്നാണ്. അപ്പോൾ അനീഷ് ഫാമിലി വീക്ക് വന്നപ്പോഴാണ് ഇങ്ങനെ. അത് കഴിഞ്ഞ് മോർണിംഗ് ആക്ടിവിറ്റി, ബിഗ് ബോസിനെ കുറിച്ച് നല്ലതും മോശവും പറയണം. ഇത് കേട്ട പാട് അനീഷ് ചാടി ഇറങ്ങി. എന്തിനാണ് ഈ അനീഷ് എന്തിനാ ചാടി ഇറങ്ങണത്? ഈ ഒരു കാര്യം നോക്കിയതാണേ. ഈ അനീഷ് എന്തിനാ ചാടി ഇറങ്ങുന്നത്? എല്ലാ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഈ അനീഷ് ചാടി ഇറങ്ങും. എന്നിട്ട് ഒന്നും മനസ്സിലാവൂല, ഒരു ചുക്ക് മനസ്സിലാവൂല എന്താണ് മോർണിംഗ് ആക്ടിവിറ്റി എന്ന്. എന്നിട്ട് എന്തൊക്കെയോ വായിത്തോന്ന് വിളിച്ചു പറയും. സത്യം, മര്യാദയ്ക്ക് മിണ്ടാതിരുന്ന് മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ട് വന്നാൽ പോരെ? നോക്ക്, ഇവിടെ ബിഗ് ബോസിനെ കുറിച്ച് നല്ലതും മോശം പറഞ്ഞ ചാടി എണീറ്റ് വന്നിട്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി, ഒരു ഷോ എന്ന് പറയുന്നത് ഒരുപാട് ഉയർച്ചകളും താഴ്ചകളിൽ നിന്നും നമ്മളെ പൊക്കിക്കൊണ്ടുവന്ന്. അപ്പം നിങ്ങൾ എന്തോന്നാണ് ഈ പറയണത്? അപ്പം ബിഗ് ബോസ് അനീഷ് നേരെ ടാസ്ക് വായിക്കൂ, പിന്നെയും ടാസ്ക് ലെറ്റർ വായിച്ചു കൊടുക്കുന്നത്, അപ്പോഴും മനസ്സിലാവും. എന്നിട്ട് പിന്നെയും ഈ ടാസ്ക് എന്ന് പറയുന്നത് ഒരുപാട് ഒന്ന് പോടോ ഇറങ്ങി ഒന്ന് അവിടെ ഇരിക്കണം, അവിടെ ഒന്നും മനസ്സിലാവത്തുമില്ല. അങ്ങനെ ഓരോരുത്തർ സ്റ്റാർട്ട് ചെയ്തു. എന്തിനാണ് ഈ മനസ്സിലായില്ലെങ്കിൽ ആദ്യം ചാടി ഇറങ്ങണത് ഇങ്ങനെ? എനിക്കറിഞ്ഞൂടാ. അത് കഴിഞ്ഞിട്ട് അനു വന്നിട്ട് അനുവിന് മടിയുണ്ട് ബിഗ് ബോസിനെ കുറച്ച് നെഗറ്റീവ് പറയാൻ. ബിഗ് ബോസ് സൗണ്ടിനെ ഞാൻ പ്രേമിക്കുന്നു, പെൺകുട്ടികൾക്കൊക്കെ പ്രേമം ഇല്ലേ? അപ്പം അതെന്താ ആൺകുട്ടിയൊക്കെ പ്രേമിക്കാൻ പാടില്ലേ ബിഗ് ബോസിനെ? അങ്ങനെയല്ല അനു. അപ്പം അല്ലല്ല, നമുക്ക് പെൺപിള്ളേർക്ക് പ്രേമം ഇല്ലേ ബിഗ് ബോസിനോട്? അപ്പം ആര്യനും ഷാനവാസൊക്കെ നമുക്കും പ്രേമമുണ്ട്, പിന്നല്ലാണ്ട്. പിന്നെ നെഗറ്റീവ് എനിക്ക് പറയാനുള്ളത്, അനുവും ടാസ്ക് മനസ്സിലാക്കി പക്ഷെ പറയാൻ പേടി. ഫേവറിസം ചിലരോടൊക്കെ ഉണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് ബിഗ് ബോസിനോട് ഇല്ല, വേറെ നെഗറ്റീവ് ഒന്നും ഇല്ല, ഒന്ന് മാറങ്ങോട്ട് എന്ന് നിവിൻ പറയാം. ഞാൻ പറയാം അങ്ങനെ. ഷാനവാസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ അനീഷ് ഫാമിലി വന്നപ്പോഴാണ് ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് മൊത്തം ഇതാണ് കേട്ടോ. പറഞ്ഞ് മിക്കവാറും ജയിലിലെത്തും. അപ്പോൾ ഷാനവാസ് അടിപിടിയൊക്കെ കോംപ്രമൈസ് ചെയ്യും ബിഗ് ബോസ്. പിന്നെ നെഗറ്റീവ് എന്ന് പറയാനുള്ളത്, ഇത്രയും വൃത്തികെട്ട പരിപാടി ബിഗ് ബോസ് കാണിക്കുന്നത്. നമുക്കെന്താ ഫുഡ് തരാത്തത്? മെയിൻലി നിവിൻ വന്നിട്ട് വെറും സീറോയിൽ കിടന്ന് എന്നെ ഹീറോ ആക്കിയത് ബിഗ് ബോസ് ആണ്. പിന്നെ എനിക്ക് പറയാനുള്ള നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പറയുന്നതല്ല പിന്നെ പറയുന്നതല്ല ഇപ്പോൾ പറയുന്നത്. സത്യം പറഞ്ഞാൽ കൊട്ടാരം പോലത്തെ ഈ വീടിനകത്ത് എന്താ നമുക്കുള്ളത്? ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടോ എന്ന സ്വിച്ച് ഇല്ല, ഒന്നുമില്ല ബിഗ് ബോസ്, ഒന്നുമില്ല, ഒരു പ്രതും ഇല്ല നമുക്ക്. വെറുതെ കൊട്ടാരം പോലത്തെ വീട് മാത്രം, ഫുഡില്ല, വാഷിംഗ് മെഷീൻ ഇല്ല, ഒരു ഫെസിലിറ്റിയും ഇല്ല എന്ന് നിവിൻ പറയാണ്. അത് കഴിഞ്ഞ് ജിസേല് പട്ടിണിക്ക് ഇരുത്താൻ സമ്മതിക്കില്ല ബിഗ് ബോസ്. നമുക്ക്
റേഷൻ തീർന്നു പോയാലും സാറ്റർഡേ ആകുമ്പോൾ വലിയ മുതലാളി എനിക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഫുഡ് തന്നുവിടും. അത് കഴിഞ്ഞ് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഐ ആം ദ ലീസ്റ്റ് ഫേവറേറ്റ് ആണെന്ന് തോന്നുന്നു. ബിക്കോസ് വെജ് ഫുഡ് എനിക്ക് തന്നില്ല, പിഗ്മെൻറ്റേഷൻ ക്രീം തന്നില്ല, സെറം ഓയിൽ മതി ഇതൊന്നും തന്നിട്ടില്ല, ബോഡി ലോഷൻ തന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആദില ഫാമിലി വീക്ക് ഇത്ര നേരത്തെ ആക്കിയത് വളരെ സന്തോഷം. പിന്നെ ബിഗ് ബോസ് ഫേവററ്റിസം കാണിക്കുന്നുണ്ട്. സോങ് പിന്നെ വേറെ കാര്യം നമ്മുടെ ഡ്രസ്സ് തരുന്നില്ല. ഡ്രസ്സ് തരുന്നില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഈ പണിപ്പുര 100 ദിവസത്തേക്ക് വേണ്ടി വെച്ചിരുന്നതാണ്. അതിനുവേണ്ടി ഓരോരുത്തരുടെ ഡ്രസ്സ് ടോപ്പും ബോട്ടും ഒക്കെ സെപ്പറേറ്റ് പൊതിഞ്ഞൊക്കെ വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ബിഗ് ബോസ് തന്നെ കൺഫ്യൂഷൻ ഏതാണെന്ന്. അത് കഴിഞ്ഞ് ഒനിയിൽ ബിഗ് ബോസ് ഒരു ഗാർഡിയനെ പോലെയാണ്. ജയിൽ ടാസ്കിൽ എനിക്ക് മാത്രം ഇത്ര കഠിനമായ ടാസ്ക് തന്നു. ഈ ഒന്നിന് ഇത് മാത്രമേ പറയാനുള്ളൂ. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിൻ്റെ കേക്ക് നമുക്ക് കിട്ടിയില്ല. ഇത്രയും കിട്ടിയത് പോരെ. അപ്പോൾ അക്ബർ എല്ലാവരെയും ആശ്വസിപ്പിക്കും ബിഗ് ബോസ്. പക്ഷേ ബിഗ് ബോസ് ഒരു ഹിപ്പോക്രാറ്റാണ്. അടി കൂടാൻ ഉള്ള ടാസ്ക് തരും, എന്നിട്ട് പറയും അടി കൂടരുതെന്ന്. അടി കൂടിയിട്ടോ കൺഫെഷൻ റൂമിൽ വിളിക്കും, എന്നിട്ട് ചിരിക്കും. എൻ്റെ ഡ്രസ്സ് കിട്ടിയിട്ടില്ല ബിഗ് ബോസ്, ഒന്നുമില്ല എനിക്ക്. നൂറ ബിഗ് ബോസിനെ ഒരു ലോഡ് കുറ്റം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മര്യാദയ്ക്ക് ഫുഡില്ല, ഡ്രസ്സ് തരൂല, അണ്ടർവെയർ പോലും തരില്ല. പിന്നെ ഒരു ടോപ്പ് മാത്രം തരുന്നുണ്ടെങ്കിൽ പിന്നെ കിട്ടുന്നതനുസരിച്ചിട്ട് ഒരു രീതിയും ചെയ്യില്ല. വെറും സാഡിസ്റ്റ് ബിഹേവിയറാണ് ബിഗ് ബോസിൻ്റെത്. അല്ലേ ബിഗ് ബോസിലേക്കാണ് വന്നേക്കുന്നത്, 5 സ്റ്റാർ ഹോട്ടലിലേക്കല്ല കേട്ടാ. പിന്നെ ഡൗൺ ആകുമ്പോൾ പൊക്കിയെടുക്കും, അത് ബിഗ് ബോസിന് നല്ലത്. ബിന്നി വന്നിട്ട് കുത്തിത്തിരിപ്പും തമ്മിത്തല്ലും മാത്രം ചെയ്യുന്ന ബിഗ് ബോസ് ആണിത്. പക്ഷേ എനിക്ക് നല്ല കാര്യം പറയാനുള്ളത്, നമ്മൾ ടാസ്ക് കഴിഞ്ഞ് വരുമ്പോൾ ഉറങ്ങിപ്പോവുകയാണെങ്കിലും ബൗബോ അടിക്കില്ല. അത് കഴിഞ്ഞ് അനീഷേട്ടൻ പോ, ഞാൻ പോവത്തില്ല, ഞാൻ ലാസ്റ്റേ പോകത്തുള്ളൂ, ഫാമിലി റൗണ്ട് കഴിഞ്ഞാണ് നിങ്ങളിങ്ങനെ. അത് കഴിഞ്ഞ ശേഷം ലക്ഷ്മി നല്ല കാര്യങ്ങൾ കുറേ ഉണ്ട്. പക്ഷേ എന്നാലും എനിക്കൊരു നെഗറ്റീവ് പറയാനുള്ളത്, ബിഗ് ബോസ് ആന കൊടുത്താലും ആശ കൊടുക്കരുത്. എൻ്റെ കുഞ്ഞിനെ കിട്ടാമെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് കാണിച്ചു കൊടുത്തില്ല. കൺഫെഷൻ റൂമിൽ കാണിച്ചു കൊടുത്തു കേട്ടോ, പക്ഷേ പുറത്തോട്ട് ഇറക്കിയിട്ടില്ല കുഞ്ഞിനെ. അതാണ് ഞാൻ അറിഞ്ഞത്. അത് കഴിഞ്ഞ് സാബുമാൻ ബിഗ് ബോസ് എന്നെ മോട്ടിവേറ്റ് ചെയ്തു. പക്ഷേ നെഗറ്റീവ് പറയാനുള്ളത്, ഇവിടെ പൂളില്ല, ജിമ്മില്ല, അറ്റ്ലീസ്റ്റ് ഇങ്ങനെ തൂങ്ങിക്കിടന്ന് എൻ്റെ മസിൽ കാണിക്കാനുള്ള ഒന്നുമില്ല. പിന്നെ പ്രോട്ടീൻ പൗഡർ ഇല്ല. അത് കഴിഞ്ഞ് ആര്യൻ ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് നമ്മളെ ടാസ്ക് എന്നെ ഇതുവരെ ബിഗ് ബോസ് വായിപ്പിച്ചിട്ടില്ല, എന്നെ ടാസ്ക് വായിപ്പിക്കണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ബിഗ് ബോസ് സാഡ് ഹാപ്പി ആക്കും. ബിഗ് ബോസ് എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യും. ബിഗ് ബോസ് ഒരു മജീഷ്യനാണ്, ഒരു ഡാഡാണ്, ഒരു ഡോക്ടറാണ്. അത് കഴിഞ്ഞ് അനീഷ് ചിട്ടയായ ജീവിതം ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ബിഗ് ബോസും ഒരു ചിട്ടയായ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്. ഓവറായിട്ട് ബിഗ് ബോസ് തരത്തില്ല. കാര്യമെന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ ആവശ്യമില്ല. അത് കറക്റ്റ് പോയിന്റ്. കുറേ വസ്ത്രം ആവശ്യമില്ല. കർഷക കുടുംബത്തിൽ വന്നതുകൊണ്ട് മലയാളത്തിൻ്റെ പ്രാധാന്യം ബിഗ് ബോസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബിഗ് ബോസ് മലയാളം ആയതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? എന്നോടൊന്നും പാർഷ്യാലിറ്റി ഇതുവരെ കാണിച്ചിട്ടില്ല. പക്ഷേ എന്നോടാണ് ഏറ്റവും കൂടുതൽ പാർഷ്യാലിറ്റി കാണിച്ചിട്ടുള്ളത്. 23 മണിക്കൂർ ഞാൻ ജയിലിൽ കിടന്നു. കഴിഞ്ഞ് മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ജയിൽ നോമിനേഷൻ ആയിരിക്കും ഒരു അടി വരാൻ പോണത്. കണ്ടറിയാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.